ഒരുപാട് തിരക്കും പ്രതീക്ഷ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതും അത് മൂകാംബിക ദേവീനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരു തിരക്കും കിട്ടിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഏകദേശം ഒരു 7 മണിക്കാകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് ദേവീനെ കാണാൻ വേണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ മുല്ലപ്പൂ വാങ്ങാൻ പോകുന്ന വഴിക്ക് എനിക്കാണെങ്കിൽ ഈ സാരി എടുക്കുമ്പോൾ മാത്രമേ മുല്ലപ്പൂ വെക്കാൻ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചിട്ടില്ല, സാൻവി ഏച്ചിയും ജാനും ഒക്കെ വെച്ച്. അപ്പോൾ ഏച്ചിക്ക് എന്തോ പുതിയ റീൽ ഇറങ്ങിയിട്ടുണ്ട്, പൂ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട്, അല്ല പൂ വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് എന്നെ കൊണ്ട് ജയിക്കും. ഇവനാണെങ്കിൽ ഇതിലേക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ മുല്ലപ്പൂവിന് ഭയങ്കര വില കുറവ് വയ്ക്കുന്നത്, അവിടെ എല്ലായിടത്തും കണക്കാം. പിന്നെന്താ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. ഇപ്പോഴെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരാഗ്രഹം സാൻവിനെ ഒന്നും കൂടി അരിയിൽ എത്തിച്ചാലോ എന്ന്. സാൻവിനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ഇനി ആദ്യമായിട്ട് എഴുതിച്ചത്. അപ്പം എന്തായാലും അവിടെ എത്തിയില്ലേ, ഒന്ന് എഴുതിക്കാലോ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ഓളെയും ഒന്ന് അരിയിൽ എഴുതിച്ചു കേട്ടോ. പിന്നെന്താ തൊഴാനൊന്നും നിന്നില്ല കേട്ടോ. സാൻവി അല്ല ജാനും അപ്പൂട്ടനും ഭയങ്കര അലമ്പേനി. അതുകൊണ്ട് തന്നെ വരിക്ക് നിന്ന് തൊഴാനുള്ള ക്ഷമയൊന്നും ഓർക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് വേഗം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പോയത് സൗപർണിക കാണാനാട്ടോ. മൂകാംബിക എത്തിയിട്ട് സൗപർണിക കാണാതെ പോരാ അറിയുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പം ഞങ്ങളിതാ നേരെ അങ്ങോട്ട് ഇറങ്ങി. ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോഴാണ് ഇതാ ഈ 2 വേഷം കിട്ടിയ ആൾക്കാർ കണ്ടോ ഓരെ കണ്ടത്. ജസ്റ്റ് ഒന്ന് ജാനുവിനെ പേടിപ്പിക്കാതെ വിചാരിച്ച് നിർത്തിയതാട്ടോ. പിന്നെ അതാ നേരെ പോകുന്നത് മുത്തപ്പൻകാവിലേക്കാണ്. മുത്തപ്പൻ്റെ അടുത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. പോരുമ്പം കണ്ടതാണ് ഇതാ ഈ ഒരു കരിക്കിൻ്റെ ഷോപ്പ്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ജ്യൂസിന്. ഏച്ചി പറയുന്നത് ഫേമസ് ഷോപ്പാണെന്ന്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്ന. അടിപൊളി. പിന്നെ അതാ നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.